മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. 2-3 ദിവസം മുമ്പ് ഒരു പത്രത്തിൽ ഒരു എഡിറ്റോറിയൽ വായിച്ചു. അക്കേഷ്യയും യൂക്കാലിപ്റ്റസും ഇനി നമ്മളുടെ മണ്ണിൽ വേണ്ടേ വേണ്ട എന്നുള്ളതിനെ കുറിച്ചുള്ള എഡിറ്റോറിയലാണ്. ഗവൺമെന്റും തീരുമാനിച്ചു ആ 2 മരങ്ങളും വേണ്ട, ഇനി അത് റോഡ് സൈഡിൽ ഉണ്ടെങ്കിൽ പോലും അതെടുത്ത് കളയണമെന്ന്. ഈ ഒരു വരിയില് എഡിറ്റോറിയലില് പ്രത്യക്ഷമായിട്ട് കേൾക്കുന്നത് മുഴുവനും അക്കേഷ്യയെ കുറിച്ചും അതുപോലെ തന്നെ യൂക്കാലിപ്റ്റസിനെ കുറിച്ചുമാണ്. ഇനി പരോക്ഷമായിട്ട് മനസ്സിലാക്കാനുള്ള കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. കുറേ ചിന്തിച്ചു നോക്കാം. സുഖത്തിനും സന്തോഷത്തിനും എളുപ്പത്തിനും വേണ്ടി സർവ്വതും നമ്മൾ പ്ലാസ്റ്റിക്കുകളാക്കി മാറ്റി. ഇപ്പോ ആധുനിക ശാസ്ത്രത്തിന്റെ കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള ആ പ്ലാസ്റ്റിക് ഇന്ന് ജനതയ്ക്ക് ഏറ്റവും വലിയ തലവേദനയായിരിക്കുകയാണ്. പണ്ട് പേപ്പറിലാണ് സാധനങ്ങൾ പൊതിഞ്ഞു കൊടുത്തിരുന്നത്. ചണത്തിന്റെ ചാക്കിലും ചെറിയ സഞ്ചിയിലുമാണ് പണ്ട് കൊടുത്തിരുന്നത്. ആ പഴയത് മാറ്റി പുതിയ പ്ലാസ്റ്റിക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ റോഡ് സൈഡിൽ നല്ല നല്ല ഇവിടത്തെ ജന്യമായിട്ടുള്ള മരങ്ങളുണ്ടായിരുന്നു. മാവ്, പ്ലാവ് തുടങ്ങിയവയാണ് റോഡ് സൈഡിൽ പണ്ട് മുതൽക്കേ വെച്ചിരുന്നത്. ആ പഴയത് മാറ്റി പുതിയ അക്കേഷ്യയും യൂക്കാലിപ്റ്റസും വന്നപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് നോക്കാം. കീടനാശിനിയെ കുറിച്ച് വയലും വീടും എന്ന് പറഞ്ഞ ആകാശവാണിയിലും റേഡിയോയിലും ടിവിയിലും ഒക്കെ നിറച്ചും കീടനാശിനി ഉപയോഗിക്കേണ്ടതിനെ കുറിച്ചുള്ള അഡ്വർടൈസ്മെന്റുകൾ മാത്രമായിരുന്നു ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത്. ഇപ്പോ കീടനാശിനിക്ക് എതിരെ സടകുടഞ്ഞ് എഴുന്നേറ്റ സമൂഹം ആ പ്രശ്നം പരിഹരിക്കാനാണ് ഇപ്പോൾ റിസർച്ചും മനുഷ്യന്റെ സമയവും ബുദ്ധിയുമൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ പണ്ടത്തെ രീതിയിൽ നിന്ന് കീടനാശിനിയിലേക്ക് മാറിയപ്പോൾ ചാണകവും ചാരവും പച്ചിലയും ഉപയോഗിച്ച് കൃഷി നടത്തിയതിൽ നിന്ന് നേരെ കൃത്രിമ വളത്തിലേക്ക് പോയപ്പോൾ ഇപ്പൊ പുതിയ ഒരു ശാഖയാണ് ഓർഗാനിക് വെജിറ്റബിൾ. കൃത്രിമ വളമില്ലാത്തത്. പ്ലാസ്റ്റിക്കിനെതിരെ, കീടനാശിനിക്കെതിരെ, യൂക്കാലിപ്റ്റസിനും അതുപോലെ തന്നെ അക്കേഷ്യയ്ക്കുമെതിരെ, അതേപോലെ തന്നെ ഫെർട്ടിലൈസറിനെതിരെ. ഇനിയും നോക്കാം, ആധുനിക മരുന്നുകൾ എത്രയധികമാണ് മാർക്കറ്റിലേക്ക് വരുന്നത്. എത്ര നൂറുകണക്കിന് മരുന്നുകളെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിരോധിച്ചിരിക്കുന്നത്. നൂറുകണക്കിന് മരുന്നുകളെ നിരോധിച്ചിരിക്കുന്നു. അത് ഉൽപ്പാദിപ്പിച്ചിട്ട് അവർ മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ട് 1 വർഷം 2 വർഷം പോലും തികയാത്ത മരുന്നുകളെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിരോധിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ അതിൻ്റെ പുറകിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ചിന്തിച്ചു നോക്കാം. ഓരോ മരുന്നും അതിൻ്റെ ഗുണത്തേക്കാളേറെ ദോഷം അഥവാ സൈഡ് ഇഫക്റ്റ്, പാർശ്വഫലം തരുന്നു. ആധുനികമായിട്ടുള്ള ആ മരുന്നുകൾ ഇന്ന് മനുഷ്യന് ആരോഗ്യത്തിന് അനുഗ്രഹമാകുന്നതിന് പകരം ആരോഗ്യത്തിന് ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാം. ആശുപത്രികളിൽ കെട്ടിയേൽപ്പിക്കുന്ന വിധത്തിലാണ് മരുന്നുകൾ പക്കാ ഡോക്ടർമാർക്ക് കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവരെഴുതി കൊടുക്കുന്നത്. ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഭീകര ജീവിയാണെന്ന് വരെ പറയേണ്ടി വരുന്നു. സത്യത്തിൽ എനിക്ക് ഈ PRS ഒരു ഡോക്ടർ നൽകിയ മരുന്നാണ് എൻ്റെ കുടുംബത്തെ തകർത്തതെന്ന് പറയാം. ചില ആശുപത്രിയിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും അവർ പരീക്ഷണമാണ്, രോഗികളിൽ പരീക്ഷണമാണ് ഈ മരുന്നില്. ശരിക്കും MBBSും MDയും എടുത്ത ഡോക്ടർമാര് BComോ BAയോ BSCയോ മാത്രം പഠിച്ച് മറ്റൊരു ജോലിക്ക് പോവാതെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് എത്ര മരുന്ന് വിൽക്കുന്നുവോ അതിൻ്റെ കമ്മീഷനിൽ ലക്ഷങ്ങൾ വാങ്ങിച്ച മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന ജോലിയിലുള്ളവര് ഡോക്ടർമാർക്ക് വാച്ചും അതേപോലെ വിദേശ യാത്രയ്ക്കുള്ള ടിക്കറ്റുകളും അതേപോലെ വീട്ടിലെ ഫ്രിഡ്ജും മറ്റ് സൗകര്യങ്ങളും ഇത് പ്രത്യക്ഷമായിട്ട് മെഡിക്കൽ കമ്പനികളും പരോക്ഷമായിട്ട് ആശുപത്രികളും ഡോക്ടർക്ക് കൊടുക്കുമ്പോൾ ഡോക്ടറുടെ മുമ്പിലുള്ളത് 7, 8, 9, 10 മരുന്നുകൾ എഴുതി കൊടുക്കുക. അങ്ങനെ അല്ലാത്തവരെ കാണില്ല. ഇപ്പോ വൈറ്റ് കോളർ ടെററിസ്റ്റ്, മെഡിക്കൽ ടെററിസ്റ്റ് എന്ന് പറയാവുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ ഒരു വിഭാഗം ഡോക്ടർമാരാണ്. എല്ലാവരും അങ്ങനെയല്ലായിരിക്കാം. മരുന്ന് എഴുതി കൊടുക്കുമ്പോൾ ഇത് വേണമെങ്കിൽ കഴിച്ചാൽ മതി, ഗ്യാസ് ഉണ്ടെങ്കിൽ എന്നവർ പറയില്ല. 6 മരുന്ന് 5 ദിവസത്തേക്ക്, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം. ഇതിൽ ഹൈപ്പർ അസിഡിറ്റി ഉണ്ടെങ്കിൽ ഈ മരുന്ന് കഴിച്ചാൽ മതി.
വേദന ഉണ്ടെങ്കിൽ ഈ മരുന്ന് കഴിച്ചാൽ മതി, ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ ഈ മരുന്ന് കഴിച്ചാൽ മതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊന്നും പറയാതെ തികച്ചും എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ചെറിയ ഓപ്പറേഷൻ കഴിഞ്ഞ് 12 തരത്തിലുള്ള ടാബ്ലറ്റ് ആണ് ഈ സാന്ത്വന ആശുപത്രിയിലെ ഡോക്ടർ ജോൺ പണിക്കർ എഴുതി തന്നത്. ഒരെണ്ണം പോലും വാങ്ങിക്കരുതെന്ന് വിചാരിച്ചിറങ്ങുമ്പോഴാണ് 12ഉം എഴുതി അവരുടെ ഫാർമസിയിൽ നിന്ന് പാക്ക് ചെയ്ത് ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അടുത്ത ദിവസത്തെ വാടക കൂടി എടുത്ത ആശുപത്രിയിൽ ഈ മരുന്ന് കൂടി പാക്ക് ചെയ്ത് തരികയാണ്. എഴുതി കൊടുത്താൽ വാങ്ങിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഒരെണ്ണവും കഴിച്ചില്ല, ഒരു മരുന്ന് പോലും കഴിച്ചില്ല. നേരെ വയനാട്ടിലെ പാവങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പാകത്തിന് നമ്മൾ നല്ല മരുന്നുകൾ അയക്കുന്ന കൂട്ടത്തിൽ അയക്കുക ചെയ്തത്. ഇത് തന്നെയാണ് അനന്തപുരി ആശുപത്രിയിൽ സംഭവിച്ചത്. എത്രയാ 8 മരുന്നുകൾ എന്തിനാണെന്ന് ചോദിക്കുമ്പോഴാണ് വേദന ഉണ്ടെങ്കിൽ കഴിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് 6 സെറ്റ് മരുന്ന്. ഇത് തന്നെയാ PRSൽ സംഭവിച്ചത്. അവിടെ ഒരു 8 സെറ്റ് മരുന്നുകൾ എല്ലാ ഡോക്ടർമാരും മരുന്നുകൾ എഴുതി തരുമ്പോൾ അവർക്ക് അതിൻ്റെ നല്ലൊരു ശതമാനം കമ്മീഷൻ. MRI സ്കാനിങ് എടുക്കുമ്പോൾ 9,000 രൂപ കമ്പനിക്കാര് ചാർജ് ചെയ്യുമ്പോൾ അതിൽ 4,500ഓളം രൂപ ഡോക്ടർമാരുടെ കമ്മീഷനാണ്. CT സ്കാനിങ്ങിന്റെ കമ്മീഷൻ എല്ലാം കോഡ് നമ്പറിൽ അവർക്ക് എത്താണ്. ഒന്ന് ചിന്തിച്ചു നോക്കാം, ആധുനിക ശാസ്ത്രം എങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന് പുരോഗമനവാദികളും യുക്തിവാദികളും നിരീശ്വരവാദികളും നമ്മളുടെ മോഡേൺ ശാസ്ത്രത്തെ മാത്രം അഭ്യുന്നതിയിലേക്കുള്ള വഴിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ കൊണ്ടുപോകുമ്പോൾ അവരൊന്നും മിണ്ടാറില്ല. അപ്പോ അക്കേഷ്യയും യൂക്കാലിപ്റ്റസും സാധാരണ മരങ്ങളെ മാറ്റി അതേപോലെ തന്നെ സാധാരണ കൃഷി രീതിയിലേക്ക് ഫെർട്ടിലൈസർ വന്ന് സാധാരണ രീതിയിലുള്ള കീടനാശിനികളിലേക്ക് ആർട്ടിഫിഷ്യൽ കൃത്രിമ ക്യാൻസർ ഉണ്ടാക്കുന്ന കീടനാശിനികൾ വന്ന് സാധാരണ രീതിയിലുള്ള ചണത്തിൻ്റെയും തുണിയുടെയും സഞ്ചിയിൽ നിന്ന് പ്ലാസ്റ്റിക്കിലേക്ക് വന്ന് സാധാരണ മരുന്നുകൾ അതിനെ എങ്ങനെയാണ് സംഭവിക്കാൻ നോക്കാം. ഇതിൽ ഞാൻ സാധാരണ എന്ന് പറഞ്ഞതിലേക്കൊന്ന് തിരിച്ചു പോകാം. 2500 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാണ് ദശമൂലാരിഷ്ടം, ദ്രാക്ഷാരിഷ്ടം, പടവലാതി കഷായം, അഷ്ടചൂർണം തുടങ്ങി സഹസ്രയോഗത്തിലെ 1000 തരത്തിലുള്ള മരുന്നുകളിൽ ഒരു മരുന്ന് പോലും നിരോധിച്ചിട്ടില്ല. എത്ര മോഡേൺ മരുന്ന് 2-3 വർഷം പോലും തികയാത്ത മരുന്നുകൾ നിരോധിച്ചപ്പോൾ ആയുർവേദത്തിന്റെ നിരോധിച്ചിട്ടില്ല, ചണം നിരോധിച്ചിട്ടില്ല, തുണിസഞ്ചി നിരോധിച്ചിട്ടില്ല, പേപ്പർ കപ്പുകൾ ചായ കൊടുക്കാനും ബാക്കിയുള്ളതിനും ഉപയോഗിച്ചത് നിരോധിച്ചിട്ടില്ല, ജൈവ കീടനാശിനികളിൽ ഒന്നുപോലും നിരോധിച്ചിട്ടില്ല. ചിന്തിച്ചു നോക്കാം, നമ്മളുടെ പഴയ കാലത്തെ മരങ്ങളിൽ ഒരു മരവും നടരുതെന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ മരവും, ഒരൊറ്റ മരം പോലും നടരുത്, ഇത് വെച്ചുകൊണ്ടിരിക്കരുത്, ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞിട്ടില്ല. ഒരു മരവും പറഞ്ഞിട്ടില്ല. ഒരു മരുന്നും പഴയ കാലത്തെ തിന്മ നിറഞ്ഞതാണെന്ന് സൂചിപ്പിച്ചിട്ടില്ല. ആ പഴമയുടെ മഹത്വം ഒന്ന് ആലോചിച്ച് നോക്കാം. ആ പഴമയിലെ ചില വരികൾ ചില മന്ത്രിമാർ ഉപയോഗിക്കുന്നതിൻ്റെ കുഴപ്പം ഒഴികെ ബാക്കി ഒന്നും പഴയത് തിന്മ നിറഞ്ഞതാണെന്ന് പറഞ്ഞിട്ടില്ല. യോഗ തിരിച്ചു വരുന്നു, മന്ത്ര തെറാപ്പി തിരിച്ചു വരുന്നു, പ്രാണായാമം തിരിച്ചു വരുന്നു, ആർട്ട് ഓഫ് ലിവിങ്ങിലൂടെ പുതിയ പുതിയ സുദർശനക്രിയ തിരിച്ചു വരുന്നു. നമ്മളുടെ ജീവിത ശൈലിയിൽ നന്മ നിറഞ്ഞ സിനിമകൾ കാണലും നന്മ നിറഞ്ഞ പാട്ട് കേൾക്കലും മ്യൂസിക് തെറപ്പിയുടെ ഭാഗമായിട്ടും മാനസികോല്ലാസത്തിനുമായിട്ട് മാറുന്നു. നമ്മളുടെ പഴയ ധാരാളം നന്മകൾ, കഴിയുന്നതും കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കണം, ടാപ്പ് വെള്ളം ഒഴിവാക്കണം എന്ന രീതിയിലേക്ക് വന്നു തുടങ്ങി. ആ ചുറ്റുപാടുമുള്ള ഭൂമി നല്ലതാണെങ്കിൽ, ആ കിണറ്റിലെ വെള്ളം നല്ലതാണെങ്കിൽ, എല്ലാം തിരിച്ചുള്ള ഒരു വരവ്. പഴയ കാലത്തെ അരി ഇപ്പോഴത്തെ അരിയേക്കാൾ നല്ലതാണ്. പഴയ കാലത്തെ ഗോതമ്പ് പൊടി, അതിൽ തവിട് കളയാത്തത്, അത് നല്ലതാണ്. അരിയുടെ തവിട് കളയാത്ത അരി നല്ലതാണ്. പച്ചക്കറികൾ പകുതി വേവിച്ച് കഴിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള പല സ്പൈസസ് നിറച്ചിരിക്കുന്ന ഭക്ഷണത്തേക്കാൾ പഴയ കാലത്തെ അവിയലും ഓലനും തോരനും എലിശ്ശേരിയും പുളിശ്ശേരിയും നല്ലതാണ്. എത്ര ഭംഗിയായിട്ടാ പഴയത് നല്ലതാണെന്നും നാടൻ കോഴി, നാടൻ താറാവ്, ആ കോഴി താറാവ് എന്നുള്ളതിന് പോലും നാടൻ ചേർത്ത് പ്രസിദ്ധീകരിക്കുന്ന ലെവലിലേക്ക് എത്തി. നാടൻ ഭക്ഷണം, വീട്ടിലെ ഊണ്, അതുപോലെ തന്നെ നാടൻ കസവ്, നാടൻ വസ്ത്രം, നാടൻ രീതിയിലുള്ള ചെരുപ്പുകൾ, നാടൻ രീതിയിലുള്ള ഷോക്കേസുകൾ, നാടൻ രീതിയിലുള്ള വീട്. പതുക്കെ പതുക്കെ ആണെങ്കിലും
നാടൻ എന്നുള്ളതിനൊരു അട്രാക്ഷൻ വരുന്നു. പഴയ പേരുകൾ ഇപ്പോൾ ഹോട്ടലുകൾക്ക് കരമന, കലവറ, അരുമന, അരമന, ഓരോ നല്ല നല്ല പഴയ പേരുകൾ, ഇത് തിരിച്ചു വരുന്നൊരവസ്ഥ. ഇപ്പൊ പഴയതെല്ലാം നല്ലതാണെന്ന് പറയാൻ വേണ്ടിയല്ല ഞാനിത് പറഞ്ഞത്. പുതിയതിൽ ധാരാളം പ്രശ്നങ്ങളുള്ളപ്പോൾ അതിനെ ഔട്ട്റൈറ്റ് റിജക്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ പഴയത് അത്രയും തിന്മയില്ലാത്തതാകുന്നു. അതുകൊണ്ട് പൈതൃകത്തിലെ നന്മകൾ പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതായിരിക്കട്ടെ ജീവിത ദൗത്യം. അക്കേഷ്യയെക്കുറിച്ചും യൂക്കാലിപ്റ്റസിനെ കുറിച്ചുമുള്ള എഡിറ്റോറിയൽ കൂടി ചേർത്തിട്ടാണ് ഞാനിത് പറഞ്ഞത്. പ്രണാമം, നമസ്കാരം.